നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? ആർ യു തേഴ്സ്റ്റി? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ഞാനൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ദാഹം ശരീരത്തിൻ്റേതാണോ അതോ ആത്മാവിൻ്റേതാണോ? സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ഉത്തരം ശരീരത്തിൻ്റേതാണെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് അവർക്ക് അനുഭവപ്പെട്ട അതേ ദാഹമാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. ഇസ്രായേൽ ജനത്തിന് അനുഭവപ്പെട്ട ഈ ശരീരദാഹം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, പ്രതിസന്ധിയിൽ മനുഷ്യൻ പരാതിപ്പെടുന്നവനാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ വച്ച് വെള്ളം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് കടുത്ത ദാഹം അനുഭവപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ അവർ മോശയോട് ദൈവത്തെക്കുറിച്ച് പരാതി പറയുന്നത് നാം കാണുന്നുണ്ട്. അവർ ചോദിച്ചത് ഇപ്രകാരമാണ്: ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ദാഹിച്ചു മരിക്കുവാനാണോ? ദൈവം അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടും തങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിട്ടും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ സംശയിക്കുകയാണ്. മനുഷ്യരുടെ ദൗർബല്യവും സംശയവും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും പലപ്പോഴും ജീവിതത്തിൻ്റെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ, ദൈവത്തിൽ ആശ്രയം വെക്കാതെ നമ്മുടെ ദൈവത്തെ സംശയിക്കുകയും പരാതിപ്പെടുകയും നമ്മൾ ചെയ്തിട്ടില്ലേ? രണ്ടാമതായി, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനും ആവശ്യങ്ങൾ നിറവേറ്റുന്നവനുമാണ്. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ സംസാരിച്ചിട്ടും ദൈവം അവരെ കൈവിടുന്നില്ല. അവരുടെ ദാഹം അകറ്റുവാനായി ദൈവം മോശയോട് വടികൊണ്ട് പാറയിലടിക്കാൻ പറയുകയും പാറയിൽ നിന്ന് അവർക്ക് കുടിക്കുവാൻ ജലം നൽകുകയും ചെയ്യുന്നു. നാം എത്രമാത്രം ദൈവത്തെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുറ്റപ്പെടുത്തിയാലും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുവാനായി ഓടിയെത്തുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യവും പേറുന്ന നമുക്ക് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവരോട് സ്നേഹത്തോടെ പെരുമാറുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്നു. ഇനി നമുക്ക് ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ സമരിയായിലെ ഒരു സ്ത്രീയെ കിണറ്റിൻകരയിൽ നാം കാണുന്നു. അവൾ വെള്ളമെടുക്കുവാൻ എത്തിയതാണ്. യേശു അവളോട് വെള്ളം ചോദിച്ചപ്പോൾ അവൾ അതിശയിച്ചു. കാരണം യഹൂദരും സമരിയക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല, പരസ്പരം ശത്രുക്കളായിരുന്നു. എന്നാൽ യേശു അവളോട് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഇനിയൊരിക്കലും ദാഹിക്കുകയില്ല. ഇവിടെ യേശു പറയുന്നത് ശരീരത്തിൻ്റെ ദാഹമകറ്റുന്ന ജലത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കുന്ന കൃപയും സ്നേഹവും നിത്യജീവിതവും നൽകുന്ന ജീവജലത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷം രണ്ട് ചിന്തകളാണ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തുവാണ് നമ്മുടെ ആത്മീയ ദാഹം തീർക്കുന്ന ഉറവിടം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവർ കുടിച്ച ആത്മീയ പാറ ക്രിസ്തുവായിരുന്നു. മരുഭൂമിയിൽ വെള്ളം നൽകിയ പാറ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അതായത് പഴയ നിയമത്തിൽ പാറയിൽ നിന്ന് വന്ന വെള്ളവും പുതിയ നിയമത്തിൽ യേശു നൽകുന്ന ജീവജലവും ഒരേ സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ ആത്മീയ ദാഹം തീർക്കുന്ന ഉറവിടം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ മനുഷ്യജീവിതം നോക്കുമ്പോൾ നാം കാണുന്നത്
ഒരു വലിയ ആത്മീയ ദാഹമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ ഉള്ളിലൊരു ശൂന്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും സമ്പത്ത്, വിനോദം, അധികാരം, പ്രശസ്തി എന്നിവയെ പിന്തുടരുന്നത്. പക്ഷേ ഇവയെല്ലാം താൽക്കാലികമാണ്. ഇവ ആത്മാവിൻ്റെ ദാഹം തീർക്കുന്നുമില്ല. അതുകൊണ്ടാണ് പലർക്കും എല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ സമാധാനം ഇല്ലാത്തത്. യഥാർത്ഥ സമാധാനവും നിറവുള്ള ജീവിതവും ലഭിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണെന്നാണ് സമരിയക്കാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുന്നു. സമരിയക്കാരി സ്ത്രീ പല ബന്ധങ്ങളിലൂടെ സന്തോഷം അന്വേഷിച്ചുവെങ്കിലും അവളുടെ ഹൃദയം നിറഞ്ഞില്ല. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതം തന്നെ മാറി മറയുകയാണ്. അവൾ തൻ്റെ കുടം പോലും മറന്ന് ഗ്രാമത്തിലേക്ക് ഓടി. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടുവെന്നും ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തുവെന്നും എല്ലാവരും അവനെ വന്ന് കാണുവിനെന്ന് അവൾ ആളുകളോട് പറഞ്ഞു. അതായത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ദാഹം തീർന്നു. അവൾ ജനത്തിൻ്റെ മുൻപിൽ സന്തോഷത്തിൻ്റെ സാക്ഷിയായി മാറി. അതുകൊണ്ടാണ് ഇന്നും നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം അന്വേഷിക്കുന്നത് എന്താണ്? ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളാണോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവജലമാണോ? നാം പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, കൂദാശകളിലൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീരുന്നു. ദൈവത്തോടുള്ള ബന്ധം നാം ശക്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതം പുതിയ അർത്ഥവും സമാധാനവും നിറഞ്ഞതാകുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം, നമ്മുടെ ജീവിതത്തിൽ എത്ര ദാഹമുണ്ടായാലും എത്ര ശൂന്യത ഉണ്ടായാലും അതിനെ പൂർണ്ണമായും നിറയ്ക്കാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ്. മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളം നൽകുന്ന ദൈവവും സമരിയ സ്ത്രീക്ക് ജീവനലം നൽകുന്ന ദൈവവും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. നാം അവൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കുകയും നിത്യജീവിതത്തിലേക്കുള്ള ഉറവയായി നമ്മെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ ദാഹം നീ തന്നെ തീർക്കണമേ. കാരണം ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ജീവജലം.